ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് അവലാണ്. ഞാൻ ദാ 1 കപ്പ് വെള്ളയവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം മട്ടയവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അവലിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. അപ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് വേറൊരു മിക്സ് കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള. ഇതാ കണ്ടോ, ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണേ. ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/4 കപ്പ് ഉലുവയിലയാണ്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഇലയാണിത്. നമ്മളിത് കഴിക്കണത് വളരെ നല്ലതാണ്. ഈ ഇലയ്ക്ക് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഒത്തിരി ഉലുവയിലൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയാൽ കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല. ഈ ഒരു പാകത്തിൽ ഉലുവയില ചേർത്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കണത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/4 കപ്പ് പാലക്കാണ്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഒത്തിരി നല്ലതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉലുവയിലയും പാലക്കും ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള മുരിങ്ങയിലയും ചീരയിലെ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/4 കപ്പ് കടലമാവാണ്. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ല. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ഇത് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവലില്ലേ, അതാണേ. ഈ അവലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ സമയം ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർക്കാം. അതൊക്കെ ചേർത്താലും നല്ലത് തന്നെയാണ്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇതിൽ നിന്നും കുറച്ച് മാവെടുത്തിട്ട് ചെറിയൊരു ഉരുളാക്കിയ ശേഷം ഇതുപോലെയും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ പരിപ്പോടൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ. ഇത് ഒത്തിരി കട്ടിയിൽ ഷേപ്പാക്കിയിട്ടെടുക്കരുത്. കനം കുറച്ചിട്ട് ചെയ്യുമ്പോഴാണ് കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല രസം ഉണ്ടാവുക. എല്ലാം തന്നെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ എപ്പോഴും സ്നാക്സൊക്കെ ഉണ്ടാക്കാറില്ലേ, അതിനെ കഴിഞ്ഞും ഒന്നും കൂടെ ഹെൽത്തി അല്ലേ ഇത്. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മളിത് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കണേന്ന് വെച്ചിട്ട് ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കുകയൊന്നുമില്ല. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉലുവയിലയും പാലക്കും ഒക്കെ വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ വടയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്